പ്രഥമം ശൈലപുത്രീ ച ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഘട്ടേതി കൂഷ്മാണ്ഡേതി ചതുർത്ഥകം പഞ്ചമം സ്കന്ദമാദേതി ഷഷ്ടം കാർത്യായനീതി ച സപ്തം കാളരാത്രീതി മഹാഗൗരീതി ച അഷ്ടകം നവമം സിദ്ധിദാത്രി ച നവദുർഗ പ്രകീർത്തത ഉക്താനി ഏതാനി നാമാനി ബ്രഹ്മണായേവ മഹാത്മന. കഴിഞ്ഞ ദിവസം നവരാത്രിയുടെ മാഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അതേ നവരാത്രിയുടെ മാഹാത്മ്യം തന്നെയാണ് മറ്റൊരു തരത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. നവരാത്രിയുടെ നവദിനങ്ങൾ വളരെ ആർഭാടത്തോടെ ആഘോഷിക്കുന്ന ഒരു ആചാര അനുഷ്ഠാനമാണ് ശാരദീയ നവരാത്രി അഥവാ ശരത്കാലീന നവരാത്രി. ഭാരതം ഒട്ടാകെ ശരത്കാലീന നവരാത്രി വിവിധ പേരുകളിൽ ആഘോഷിക്കുന്നു. ആചാര അനുഷ്ഠാനത്തോടുകൂടി ആഘോഷിക്കുന്നു എന്നതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത. ഈ നവദിനങ്ങൾ ജഗദംബയുടെ ദിനങ്ങളാണ്. ഈ ദിനങ്ങളിൽ അമ്മയ്ക്ക് നൽകുന്ന പൂജ, അർച്ചന, ഉപാസന എന്നിവ ഏതൊരു കുറവും കൂടാതെ നടത്തേണ്ടത് ഓരോ ഭാരതീയൻ്റെയും കർത്തവ്യമാണ് എന്നുകൂടെ നമ്മൾ ഓർക്കണം. അമ്മ ദുർഗ ശക്തികളുടെ ഉറവിടമാണ്. ശക്തിയാണ് ശിവൻ്റെ ആധാരം. ശക്തിയില്ലാത്ത ശിവൻ അപൂർണനാണ്. അദ്ദേഹത്തിൻ്റെ ശക്തി സതീദേവി സ്വയം അഗ്നി വരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. പിന്നീട് ശിവശക്തി എന്ന് പറയുന്ന അർദ്ധ നാരീശ്വരൻ എന്നൊക്കെ പറയുന്ന ആ ചിത്രങ്ങളിൽ, ആ വിഗ്രഹങ്ങളിൽ നമ്മൾ കാണുന്ന തേജസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമാണ്. പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ശക്തിയില്ലെങ്കിൽ ശിവനില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നവരാത്രിയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ഊഹിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ഈ ശിവന് കൊടുത്ത ശക്തിയാണ് ദേവന്മാരെ പല സങ്കടങ്ങളിൽ നിന്നും സമയാസമയങ്ങളിൽ ദേവി രക്ഷിച്ചത്. ഈ ശക്തിയില്ലെങ്കിൽ ദേവന്മാരുടെ അവസ്ഥ പോലും പരിതാപകരമാകും. അപ്പോൾ മനുഷ്യരുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. അങ്ങനെയുള്ള ശക്തി ജഗത് ജനനി മനുഷ്യർക്ക് മംഗളം ചെയ്യുമോ അമംഗളം ചെയ്യുമോ എന്ന് ഭക്തർ സ്വയം ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരിക്കലും ആ പരാശക്തി നമുക്ക് അമംഗളകാരിയാകില്ല എന്ന് സ്വയം മനസ്സിലായിക്കൊള്ളും. കാരണം നമ്മൾ ഓരോരുത്തരും അമ്മയുടെ
അംശമാണ്. അമ്മയുടെ അംശമായ നമ്മൾ പൂർണ്ണ ശ്രദ്ധയോടുകൂടി, പൂർണ്ണ താല്പര്യത്തോടുകൂടി, സത്ഹൃദയത്തോടുകൂടി, അതായത് ശുദ്ധമായ മനസ്സോടുകൂടി അമ്മയ്ക്ക് പ്രാർത്ഥന നൽകണം. അമ്മയുടെ ഇഷ്ടാനുസരണം ചെലവ് വളരെ കുറച്ച് പൂജ വയ്ക്കേണ്ടത് ഓരോ ഭക്തൻ്റെയും കർത്തവ്യമാണ്. ആ പൂജയിലൂടെ നമുക്ക് കിട്ടുന്നതോ വലിയൊരു ശക്തി. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പൂജ വയ്ക്കേണ്ടത് എവിടെയാണ് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ഉദിക്കുന്നു. ഈ അടുത്ത കാലത്തായിട്ട് വീടുകളിൽ പൂജ വയ്ക്കുന്നത് വളരെ കുറവാണ്. ഭക്തജനങ്ങളോട് ചോദിച്ചാൽ തന്നെ അവർ പറയും, അവരെന്താണ് പറയുക? നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, പിന്നെ എന്തിന് വീട്ടിൽ പൂജ വയ്ക്കണം എന്നാണ് ഇപ്പോഴുള്ള ഭക്തർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൂജ ചിലർ ക്ഷേത്രത്തിൽ, ചില ക്ഷേത്രങ്ങളിൽ പൂജ വയ്ക്കുന്നു, അല്ലെങ്കിൽ ഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും പൂജ വയ്ക്കുന്നു, അവിടെ കുറച്ച് ആൾക്കാർ പോകുന്നു. ഗ്രാമത്തിൽ ഗ്രാമമുഖ്യൻ്റെ നേതൃത്വത്തിൽ പൂജ വയ്ക്കുന്നു. പട്ടണങ്ങളിൽ സാംസ്കാരിക സംഘടനകൾ പൂജ വയ്ക്കുന്നു. ചിലർ ഒരു പ്രത്യേക പ്രദേശം കേന്ദ്രീകരിച്ച് പൂജ വയ്ക്കുന്നു. വീട്ടിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ വീട്ടിന് പുറത്ത് പൂജ വയ്ക്കുന്നു. ചിലർ പറയുന്നു, അവർക്ക് സംശയമാണ്, നമ്മളെ വീട്ടിൽ പൂജ വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ ദേവി ഇങ്ങ് കയറി വരില്ലേ, പിന്നെ നമ്മളെവിടെ കിടക്കും? ഇതാണ് ചിലരുടെ സംശയം. അപ്പം ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഭക്തർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പൂജ വയ്ക്കേണ്ടത് വീട്ടിൽ തന്നെയാണ്. നമ്മുടെ വീട് എത്ര തന്നെ ചെറുതായിക്കൊള്ളട്ടെ, ഒരു മുറി മാത്രമുള്ള വീടായിക്കൊള്ളട്ടെ, അവിടെ ശുദ്ധീകരിച്ച് ഒരു ദിവസമെങ്കിലും പൂജ വെച്ച് ആ ഐശ്വര്യം നേടേണ്ടത് ഓരോ ഭക്തൻ്റെയും കർത്തവ്യമാണ്. ചില സാഹചര്യങ്ങളിലൊക്കെ ഈ 9 ദിവസവും വീട്ടിൽ നിന്ന് പൂജ വയ്ക്കാൻ നമുക്ക് പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പം നമുക്കൊരു കാര്യം ചെയ്തുകൂടെ? ഒരു ദിവസം പൂജ വയ്ക്കാം. ഈ നവരാത്രിയിലെ ഏതെങ്കിലും ഒരു ദിവസം ആയതിലേക്ക് നമുക്ക് തിരഞ്ഞെടുത്ത് ആ പൂജ നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മുടെ വീട്ടിന് ഐശ്വര്യം ഉണ്ടാകണം. അല്ലാതെ ഭക്തരുടെ സങ്കുചിത ചിന്ത പോലെ വീട്ടിനുള്ളിൽ പൂജ വെച്ച് കഴിഞ്ഞാൽ ദേവി കയറി നിവസിക്കും, പിന്നെ നമുക്ക് അവിടെ വസിക്കാൻ പറ്റില്ല എന്നുള്ള ആ സങ്കുചിത ചിന്ത ഭക്തർ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പൂജ വെച്ച് ദേവിയുടെ അനുഗ്രഹം നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ഏറ്റുവാങ്ങണം. പൂജ ആർഭാടമാകരുത്. വയ്ക്കുമ്പോൾ മനഃശുദ്ധി ഉണ്ടാകണം, കർമ്മശുദ്ധി ഉണ്ടാകണം, ശരീര ഗ്രഹ ശുദ്ധി ഉണ്ടാകണം. തുടക്കത്തിൽ ഒരു ഗണേശവന്ദന വളരെ നല്ലതാണ്. ശ്ലോകം അറിഞ്ഞുകൂടാത്തവർക്ക് ഗണേശ ഭഗവാന്റെ രൂപം മനസ്സിൽ സങ്കൽപ്പിച്ച് ഒന്ന് ഉള്ളിൽ അദ്ദേഹത്തിനൊരു സ്ഥാനം കൊടുത്താൽ മാത്രം മതി, അതിൻ്റെ ബലം നമുക്ക് കിട്ടിക്കൊള്ളും. ഇനി ദേവീ ചിത്രം അല്ലെങ്കിൽ ദേവിയുടെ പ്രതിമ സ്ഥാപിക്കൽ അതെങ്ങനെ വേണം? ആ ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിമയുടെ വലിപ്പമനുസരിച്ച് ഒരു പലക എടുത്തിട്ട് അതിൽ ഒരു ചുവന്ന തുണി വിരിച്ച് ചിത്രം സ്ഥാപിക്കണം. മുഖം, ദേവീ ചിത്രത്തിൻ്റെ മുഖം കിഴക്കോ
പടിഞ്ഞാറോ വടക്ക് അല്ലെങ്കിൽ ഈശാനാകോൺ. ഈശാനാകോൺ എന്ന് പറയുമ്പോൾ കിഴക്കും വടക്കും യോജിച്ച് വരുന്ന ആ സ്ഥലം, അതിനെയാണ് ഈശാനാകോൺ എന്ന് പറയുന്നത്. ആ ഈശാനാകോണിലേക്കും ദേവിയുടെ മുഖം വരത്തക്ക രീതിയിൽ നമുക്ക് ചിത്രം വയ്ക്കാൻ കഴിയും. ഈശാനാകോണ് അതേ ആ കോണിൽ തന്നെ, അതായത് വടക്ക് കിഴക്ക് ദിശയായ ഈശാനാകോണിൽ ഒരു അഖണ്ഡ നെയ്ദീപം അല്ലെങ്കിൽ എള്ളെണ്ണ കൊണ്ടുള്ള വിളക്ക് കത്തിച്ച് വയ്ക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ദിവസത്തേക്ക് വേണമെങ്കിലും പൂജ വയ്ക്കാം, എങ്കിൽ ആ ഒരു ദിവസത്തേക്ക് മാത്രം ഉള്ള ആ ദീപം കത്തിച്ചാൽ മതി. ഇനി ഈ ചിത്രവും ഒന്നും നമുക്ക് വയ്ക്കാൻ പറ്റിയില്ല. ഈ 9 ദിവസവും ഒരു അഖണ്ഡ ദീപം ഒരിടത്ത് കത്തിച്ച് വയ്ക്കാം. വീട് വൃത്തിയാക്കി ഒരു അഖണ്ഡ ദീപം നമുക്ക് കത്തിച്ച് വെക്കാം. അത് ഒതുങ്ങിയിരിക്കത്തക്ക രീതിയിൽ, തീ പടരാത്ത രീതിയിൽ നമുക്ക് ഈ ദീപം കത്തിച്ച് വയ്ക്കാൻ കഴിയും. അങ്ങനെ കത്തിച്ച് വെച്ചാലും നമുക്കതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം ലഭിക്കും. ഇനി ഒരു കുടത്തിൽ ജലം നിറച്ച് 5 ഇലകൾ കൊണ്ട് കെട്ടണം. അതിൻ്റെ വായ്ത്തല ഈ രീതിയിൽ വരത്തക്ക രീതിയിൽ 5 ഇല കൊണ്ട് അതിനെ കെട്ടണം. ചിലർ 7 ഇലയും, ആചാരമനുസരിച്ച് 9 ദിവസമായതുകൊണ്ട് 9 ഇലയും കെട്ടുന്ന പ്രദേശക്കാരുണ്ട്. 5 ഇല ധാരാളമാണ്. ഇനി 9 ഇലയൊക്കെ വെച്ച് കെട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ കുടത്തിൽ വെള്ളം നിറച്ച് അതിൻ്റെ കഴുത്തിൽ 5 ഇലകൾ വെച്ച് മുകളിലോട്ട് കെട്ടിവെച്ച് അതിന് മുകളിൽ 1.25 ഗജം നൂല് തേങ്ങയ്ക്ക് മുകളിലേക്ക് ചുറ്റണം. 1.25 ഗജം നൂല്. 1.25 ഗജം നൂല് എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകും. ഗജം പണ്ടത്തെ ഒരു അളവാണ്, സംശയിക്കേണ്ട. ഏതാണ്ട് 1 മീറ്റർ 14 സെൻറ്റിമീറ്റർ നീളമുള്ള നൂല്. 1 മീറ്റർ 14 സെൻറ്റിമീറ്റർ നീളമുള്ള നൂല് തേങ്ങയിൽ ചുറ്റണം. ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. 1 ഗജം, 1.25 ഗജമാണല്ലോ പറഞ്ഞത്. 1 ഗജമെന്ന് പറയുന്നത് 91.44 സെൻറ്റിമീറ്ററാണ്. 91.44 സെൻറ്റിമീറ്ററാണ് 1 ഗജമെന്ന് പറയുന്നത്. ഇനി ഈ കുടം വയ്ക്കാൻ ഒരു പ്രതലം നമ്മൾ കണ്ടുപിടിക്കണം. അത് മണ്ണിൻ്റെ കൂമ്പാരമായിരിക്കണം. മണ്ണിൻ്റെ കൂമ്പാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 അങ്കുലം പൊക്കത്തിൽ, 4 അങ്കുലം പൊക്കത്തിൽ, അതായത് വിരളിൻ്റെ പൊക്കം. ആ നമ്മൾ എടുത്ത കുടം ഈ മണ്ണിൻ്റെ മുകളിൽ വെക്കുമ്പോൾ മണ്ണിൻ്റെ 4 വശത്തും, മണ്ണിൻ്റെ അല്ല, ഈ കലശത്തിൻ്റെ 4 വശത്തും 4 ഇഞ്ച് വീതി വേണം. ആ രീതിയിൽ വേണം. കുടമെടുത്തത് വലുതാണെങ്കിൽ ഈ മൺതിട്ടയും 4 ഇഞ്ച് പൊക്കത്തിലുള്ള മൺതിട്ടയും വലുതായിട്ട് തന്നെ എടുക്കണം. കുടമെടുത്തത് ചെറുതാണെങ്കിൽ അതനുസരിച്ച് ഈ കുടം വെച്ച് കഴിഞ്ഞാൽ 4 വശത്തും 4 ഇഞ്ച് വീതിക്ക് സ്ഥലം വേണം. അപ്പോൾ 4 അങ്കുലം 4 വിരൽ പൊക്കത്തിൽ ഈ മണ്ണ് അതിനെ മുകളിലോട്ടാക്കി അതിൻ്റെ വെള്ളമൊക്കെ നനച്ച്, ചെളിയാക്കി കളയരുത്, ചെറിയ രീതിയിൽ വെള്ളം നനച്ച് കൊടുത്താൽ മതി. അവിടെ ഈ കുടം വയ്ക്കണം. കുടം വെച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കുടം വയ്ക്കുമ്പോൾ തന്നെ ആ കലശത്തിൻ്റെ ആ വെച്ച കുടത്തിൻ്റെ 4 ചുറ്റും കുറച്ച് സ്ഥലം, 4 ഇഞ്ച് സ്ഥലം പുറത്തേക്ക് നിൽക്കണം. അങ്ങനെയുള്ള ആ സ്ഥലത്ത് ചോളം ഇട്ട് കൊടുക്കണം. ചോളം നവരാത്രിയോടൊപ്പം തന്നെ ഈ ചോളം പൊടിച്ചു വരും. പിന്നീട് നമുക്ക് അവിടെ നിന്നും 10ാമത്തെ ദിവസം ഇതിനെ ഇളക്കി പുറത്തേക്ക് നട്ട് അതിൻ്റെ വിളവെടുക്കാവുന്നതാണ്. ചോളം പൊടിച്ചു കഴിഞ്ഞാൽ വളരെ ഐശ്വര്യം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിലേക്ക്. ഞാൻ ഉത്തരേന്ത്യൻ കാഴ്ചപ്പാടും കൂടെ കലർത്തിയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൽ
എല്ലായിടത്തും ഏതാണ്ട് ഒരേ സമാനമായ രീതികളിലാണ് പൂജ വെച്ച് വരുന്നെങ്കിലും ചില പ്രദേശങ്ങളിൽ ചില കുറവുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കലശത്തിന് ചുറ്റും കലശം വയ്ക്കുന്നുണ്ട്. മണ്ണിൻ്റെ മുകളിൽ വെച്ച് ചോളം വയ്ക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഇല്ല. അപ്പോൾ ചോളത്തിൻ്റെ വിത്ത് കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും. 9 ദിവസം കഴിയുമ്പോൾ അത് പൊടിക്കും. 10ാമത്തെ ദിവസം നമുക്കതിനെ ഇളക്കി നടാവുന്നതാണ്. ഇനി വലിയൊരു പ്ലേറ്റ് എടുത്ത് അതിൽ അരിമാവ് കൊണ്ട് ഒരു 4-5 വിഗ്രഹങ്ങൾ ഉണ്ടാക്കണം. ഈ അരിമാവ് കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക വളരെ ശ്രമകരമാണ്. അപ്പോൾ നമുക്ക് സാങ്കല്പികമായാൽ മതി. ഒന്ന് നവഗ്രഹമാണ്. ഒരറ്റത്ത് നവഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കണം. കുഞ്ഞു കുഞ്ഞു ഉരുണ്ടകൾ അവിടെ വെച്ചാൽ മതി. മനസ്സിൽ നവഗ്രഹം എന്ന് സങ്കല്പിക്കുക. അടുത്ത് ഷോഡശ മാതാക്കളെ സൃഷ്ടിക്കണം. 64 യോഗിനിമാരെ നിർമ്മിച്ച് വയ്ക്കണം. പൂജയ്ക്കിരിക്കുമ്പോൾ പൂജകൻ്റെ മുഖം കിഴക്കോട്ടായിരിക്കണം. അവിടെ ഗണേശനെ ധ്യാനിക്കണം, നവഗ്രഹങ്ങളെ ധ്യാനിക്കണം, ഷോഡശ മാതാക്കളെ ധ്യാനിക്കണം, 16 യോഗിനിമാരെ ധ്യാനിക്കണം, ദേവിയെ ധ്യാനിക്കണം. ദുർഗാ സപ്തശതി എന്ന പുസ്തകം, ദുർഗയെക്കുറിച്ച് ദുർഗയുടെ മന്ത്രങ്ങളുള്ള 700 മന്ത്രശബ്ദങ്ങളുള്ള ആ സപ്തശതി, അതിനെയും ഒന്ന് ധ്യാനിക്കണം. ഹവനകുണ്ഡം സ്ഥാപിക്കാം. അങ്ങനെ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഹവനകുണ്ഡം സ്ഥാപിക്കാം. ഹവനകുണ്ഡം സ്ഥാപിക്കണമെന്നില്ല, സ്ഥാപിക്കാം. അവിടെ ഉപയോഗിക്കേണ്ട വിറക് എന്ന് പറയുന്നത് പ്ലാവോ മാവിൻ്റെയോ വിറകായിരിക്കണം. തൊണ്ട് ഉപയോഗിക്കരുത്. ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു രീതിയാണ്, വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോലും തൊണ്ടാണ് ഈ ഹവനത്തിൽ ഉപയോഗിക്കുന്നത്. വിറക് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഈ തൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് പുക കൂടുകയും ഭക്തർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയും ഒക്കെ ചെയ്യും. വിറകാവുമ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാകുകയുമില്ല. മാത്രമല്ല, പ്ലാവോ മാവിൻ്റെയോ വിറക് കത്തുമ്പോൾ അന്തരീക്ഷം ശുദ്ധമാവുകയാണ് ഉണ്ടാകുന്നത്. തൊണ്ട് കത്തുമ്പോഴോ അന്തരീക്ഷം മലിനമാകും. അതുകൊണ്ട് തൊണ്ട് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇനി നവരാത്രിയിലെ ശക്തി ജാഗരണം. എന്താണ് നവരാത്രിയിലെ ശക്തി? അതിനെ എങ്ങനെ ഉണർത്താം എന്നാണ് പറയുന്നത്. നമുക്കൊരു പുസ്തകമുണ്ട്, ശക്തി സംഗമ തന്ത്രം. തന്ത്രശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ് ശക്തി സംഗമ തന്ത്രം. പാർവതീദേവി ശിവഭഗവാനോട് ഒരിക്കലൊരു ചോദ്യം ചോദിച്ചു. ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, എന്താണ് നവരാത്രി? ചോദിച്ചത് പാർവതീദേവിയാണ്. ആരോടാണ് ചോദിച്ചത്? ശിവഭഗവാനോട്. ശിവഭഗവാൻ അതിന് മറുപടി പറഞ്ഞു. പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: നവശക്തിഭി സംയുക്തം നവരാത്രം തതുച്യതേ ഏകൈവ ദേവ ദേവേശി നവദ പരിതിഷ്ഠത എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു. അതായത് നവരാത്രി എന്ന് പറയുന്നത് നവശക്തിയുടെ ഒരു സംയുക്തമാണ്. 9 ശക്തികളുടെ ചേർച്ചയാണ് നവരാത്രി എന്ന് പറയുന്നത്. ഓരോ തീയതിക്കും ഓരോരോ ശക്തിയെ പൂജിക്കണം. അതാണ് നവരാത്രി. അപ്പോൾ ഭക്തജനങ്ങൾക്ക് എന്താണ് നവരാത്രി എന്ന് മനസ്സിലായിരിക്കും. 9 ശക്തികളുടെ സമാഹാരം നവരാത്രി. ഓരോ ദിവസവും
ഓരോരോ ശക്തിയെ പൂജിക്കണം. ഇനി മാർക്കണ്ഡേയ പുരാണത്തിൽ ഈ ശക്തികളുടെ പേര് ഇപ്രകാരം നൽകിയിരിക്കുന്നു. മാർക്കണ്ഡേയ പുരാണം, അതിലും ദേവിയെക്കുറിച്ച് പറയുന്നുണ്ട്. ദേവിയെക്കുറിച്ച് പറയുന്ന ഈ മാർക്കണ്ഡേയ പുരാണത്തിൽ നവശക്തികൾക്ക് ഒരു നവശക്തികളുടെ പേര് വ്യക്തവും സ്പഷ്ടവുമായിട്ട് പറയുന്നുണ്ട്. അത് ബ്രഹ്മാവാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ നവശക്തികൾക്ക് പേര് ബ്രഹ്മാവാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ ശ്ലോകമെന്ന് പറയുന്നത്, ഞാൻ ഇതിൻ്റെ തുടക്ക ഭാഗത്താണ് ആ ശ്ലോകം വായിച്ചിട്ടുണ്ട്. ശൈലപുത്രി ആണ് ആദ്യ അവതാരം. ഇങ്ങനെയുള്ള ആ ദേവിയുടെ 9 അവതാരത്തെക്കുറിച്ച്, ഇതിൻ്റെ പിന്നാലെ ഓരോ ദിവസവും എങ്ങനെയാണ് ദേവിയെ ആരാധിക്കേണ്ടത്, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഫലമുണ്ടാകും എന്ന് വിശദമായിട്ട് ഇതിൻ്റെ പിന്നാലെ നവരാത്രി ദിവസങ്ങളിൽ തന്നെ ഓരോരോ ദിവസവും ഭക്തജനങ്ങൾക്ക് മീ ടു മീ ചാനലിൽ നിന്നും കേൾക്കാവുന്നതാണ്. ഇനി ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധത്തിൽ 26 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളിൽ നവരാത്രി കഥ വിവരിക്കുന്നുണ്ട്. ആ കഥ ഇപ്രകാരമാണ്. അവിടെ രാമനെ സാധാരണ മനുഷ്യനായിട്ട് കണ്ടിട്ടാണ് ആ കഥ വിവരിക്കുന്നത്. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി. അതറിഞ്ഞപ്പോൾ തന്നെ രാമന് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ രാമൻ പ്രതിജ്ഞ എടുക്കുന്നു, രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുക്കും. സീതയെ വീണ്ടെടുക്കുമെന്നല്ല, രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുക്കുമെന്നുമാണ്. അപ്പോഴാണ് കൂടെ ഉള്ളവർ പറഞ്ഞു കൊടുത്തത്, രാവണനെ കൊല്ലാൻ സാധ്യമല്ല, അയാൾ അത്ര എളുപ്പത്തിൽ തോൽക്കുന്ന വ്യക്തിയല്ല, ശക്തിയുടെ ഉറവിടമാണ്, ആളുടെ രാജധാനിക്ക് അനേകം പ്രത്യേകതകളുണ്ട്, അതിന് ചുറ്റും ജലാശയമാണ്, നമുക്കവിടെ എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ള ഓരോ ബുദ്ധിമുട്ടുകളും കൂടെ ഉള്ളവർ പറഞ്ഞു കൊടുത്തു. രാമനാകെ ബുദ്ധിമുട്ടായി, വിഷമമായി. ഇനി എന്തു ചെയ്യും? താൻ പറഞ്ഞും പോയി, ഇന്ന് വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുമുണ്ട്. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് നാരദ മഹർഷി അവിടെ എത്തിച്ചേരുന്നത്. നാരദ മഹർഷി വന്നു. എന്താ ശ്രീരാമ അങ്ങ് വിഷമിച്ച് നിൽക്കുന്നത്? ശ്രീരാമൻ കാര്യം പറഞ്ഞു. അതിന് ശ്രീരാമൻ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. നിനക്ക് രാവണനെ ജയിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനൊരു കാര്യം ചെയ്യാം. ശാരദീയ നവരാത്രി ഒന്ന് ആചരിക്കണം. ഇപ്പോൾ ശരത്കാലീന മാസമാണല്ലോ, ആ നവരാത്രി പൂജ തുടർന്നോളൂ. അത് കേട്ട ഉടൻ തന്നെ രാമൻ നവരാത്രി പൂജയ്ക്കുള്ള ഏർപ്പാട് ചെയ്തു. തുടർച്ചയായി 8 ദിവസം ദുർഗാദേവിയെ ആചരിച്ചു. 8ാമത്തെ ദിവസം അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ, അതായത് മഹാഷ്ടമി ദിവസം അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ദേവി പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ഈ പൂജ ചെയ്യുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മഹാഷ്ടമി ദിവസം അർദ്ധരാത്രിക്ക് ശേഷം ഉണർന്നിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ മഹാഷ്ടമി ദിവസം ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. ദേവി ചൈതന്യം നമ്മുടെ വീടുകളിൽ എത്തുന്നത് അർദ്ധരാത്രിക്ക് ശേഷമാണ്. ആ സമയത്ത് നമ്മളെല്ലാവരും ഉണർന്ന് തന്നെ ഇരിക്കണം. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ അർദ്ധരാത്രിക്ക് ശേഷം ദേവി ദുർഗ പ്രത്യക്ഷപ്പെട്ടു. രാമന് വിജയത്തിന് വേണ്ടിയുള്ള എല്ലാവിധമായ വരദാനവും നൽകി. ദേവി അപ്രത്യക്ഷയായി. ആ വരദാനം നേടിക്കൊണ്ടാണ് ശ്രീരാമന് രാവണനെ വധിക്കാൻ കഴിഞ്ഞത്, സീതയെ വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ ഭക്തരെ. ശ്രീരാമനെന്ന പുരുഷോത്തമന് പോലും ദേവിയെ ആരാധിക്കേണ്ടതായിട്ട് വന്നു.
അപ്പോൾ ദേവി എത്ര ശക്തി സ്വരൂപിണിയാണ് എന്ന് നമ്മൾ മനസ്സിൽ കാണണം. ഇനി എങ്ങനെ വ്രതമെടുക്കണം? വ്രതം ഇതിനു മുമ്പും ഒരു സത്സംഗത്തിൽ ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്രതത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ മാംസാഹാരം ഒഴിവാക്കിയേ തീരൂ. വീട് ശുദ്ധി വരുത്തണം, വീടും പരിസരവും ശുദ്ധി വരുത്തണം. മാംസാഹാരം നിർബന്ധമായും ഒഴിവാക്കി സാത്വികമായ ആഹാരം കഴിക്കണം. കഴിയുന്നത്ര ഒരു നേരത്തെ ആഹാരം കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത്. രാവിലെ ദുർഗാദേവിയെ ഭജിക്കണം. കുളി കഴിഞ്ഞ് ദുർഗാദേവിയെ ഭജിക്കാൻ സമയം കണ്ടെത്തണം. ഭജിക്കാൻ അറിയില്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലുള്ള ക്ഷേത്രത്തിലോ ദുർഗാദേവി ക്ഷേത്രത്തിലോ പോകണം. കന്യകമാർ, അവിവാഹിതകൾ, അവർ തീർച്ചയായും ദേവിയെ പൂജിച്ചിരിക്കണം. നിങ്ങൾക്ക് വിദ്യാലാഭമുണ്ടാകും, വിവാഹ തടസ്സം മാറിക്കിട്ടും, എല്ലാവിധമായ വരദാനങ്ങളും ദേവി നിങ്ങൾക്ക് നൽകും. ഇനി ബ്രഹ്മാവ് പറഞ്ഞ ഒരു കഥയുണ്ട്. ആ കഥയോടുകൂടി നമുക്ക് ഈ നവരാത്രിയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നിർത്താം. ആ കഥ ഇതാണ്. ഒരിക്കൽ സപ്തമുഖൻ, 7 മുഖം, 7 മുഖമുള്ളത് ബൃഹസ്പതിക്കാണ്. അദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ മനസ്സിലാകും. ദേവഗുരുവായ ബൃഹസ്പതിക്ക് 7 മുഖങ്ങൾ ഉണ്ട്. ബ്രഹ്മാവിനോട് ചോദിച്ചു, അല്ലയോ ബ്രഹ്മദേവൻ, ആരാണ് ഈ ദുർഗയെ എന്തിന് പൂജിക്കണം? ദുർഗയെ പൂജിക്കുന്നത് കൊണ്ടുള്ള ലാഭം എന്താണ്? നവരാത്രി വ്രതം ആചരിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് മറുപടിയായി ബ്രഹ്മദേവൻ അരുളി ചെയ്തു, അങ്ങയുടെ ചോദ്യങ്ങളെല്ലാം കൊള്ളാം. ഈ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരവും പറയാം. ഇപ്രകാരം ഇത് ജനങ്ങളിലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നവരാത്രി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾ മാറും, കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു വരും എന്ന് പറയുമ്പോൾ ഒരാൾ തെറ്റ് ചെയ്യാതെ അയാളെ കാരാഗ്രഹത്തിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ബന്ധുക്കൾ ഈ നവരാത്രി വ്രതം എടുത്തു കഴിഞ്ഞാൽ ആ തെറ്റധികാരികൾക്ക് ക്രമേണ മനസ്സിലാവുകയും അയാളെ കാരാഗ്രഹത്തിൽ നിന്നും വിടുതൽ ചെയ്യുകയും ചെയ്യും. മനുഷ്യബന്ധനങ്ങളിൽ നിന്നും മോചനം കിട്ടും, ആപത്തുകൾ മാറും, സമ്പത്തുകൾ കിട്ടും. വന്ധ്യയായ സ്ത്രീകൾ വളരെ ബുദ്ധിശക്തിയുള്ള കുട്ടികളെ പ്രസവിക്കും. മനോരഥം പൂർണ്ണമാകും, പാപങ്ങൾ ദൂരീകരിക്കും. ഇനി ഈ നവരാത്രിയുടെ കഥ കേട്ടാൽ പോലും ഫലം കിട്ടും. വ്രതം അനുഷ്ഠിക്കേണ്ട, കഥ കേട്ടാൽ മതി, ഫലം കിട്ടും. തുടർന്ന് അദ്ദേഹം ആദ്യം ആരാണ്, ബൃഹസ്പതി ചോദിക്കുകയാണ്, ആദ്യം ആരാണ് ഈ വ്രതം അനുഷ്ഠിച്ചത്? അവരുടെ കഥ കൂടെ ഒന്ന് പറഞ്ഞു തരാമോ? ബ്രഹ്മാവ് പറഞ്ഞു, അവരുടെ കഥയും പറഞ്ഞു തരാം. ആദ്യം വ്രതം അനുഷ്ഠിച്ചത് ആരാണെന്ന് പറഞ്ഞു തരാം. അദ്ദേഹം തുടർന്നു, മനോഹർ എന്ന് പറയുന്ന ഒരു നഗരമുണ്ട്. നഗരത്തിൻ്റെ പേര് മനോഹർ. അവിടെ
പീഡത്ത് എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. ബ്രാഹ്മണൻ ദുർഗാദേവിയുടെ ഭക്തനാണ്. ദുർഗാദേവിക്ക് ദിവസവും പൂജയും അർച്ചനയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഈ മനോഹർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ താമസിച്ച പീഡത്ത് ഒരു അനാഥൻ കൂടെയായിരുന്നു. കാലങ്ങൾക്ക് ശേഷം ഇയാൾ വിവാഹിതനായി. ഇയാൾക്കൊരു മകൾ ജനിച്ചു. സുന്ദരിയായ മകൾ. സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കാൻ കഴിയില്ല. ആ രാജ്യത്ത് തന്നെ അത്ര സൗന്ദര്യമുള്ള ഒരു കുട്ടി ഇല്ലായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് സുമതി എന്നായിരുന്നു. നല്ല ബുദ്ധിയുള്ളവൾ. പേരുപോലെ ശാലീന സൗന്ദര്യവതിയായിരുന്നു സുമതി. അവളും എന്നും അച്ഛനെ ദുർഗാദേവിയുടെ പൂജാതി കർമ്മങ്ങളിൽ സഹായിക്കും, പൂജയിൽ പങ്കെടുക്കും. ജീവിതം മുന്നോട്ട് പോയി. അവൾ വളരുന്നതിനോടൊപ്പം തന്നെ അവളുടെ സൗന്ദര്യവും കൂടിക്കൂടി വന്നു. അങ്ങനെ അവൾക്ക് അനേകം കൂട്ടുകാരികളുണ്ട്. അങ്ങനെ ഒരു ദിവസം പൂജയിൽ പങ്കെടുക്കാതെ കൂട്ടുകാരികളോടൊപ്പം അവൾ കളിക്കാൻ പോയി. കാട്ടിൽ മേട്ടിലും എല്ലാം കയറി ചുറ്റിത്തിരിഞ്ഞ് അവൾ സന്ധ്യയ്ക്ക് മടങ്ങി വന്നു. സന്ധ്യയ്ക്ക് മടങ്ങി വന്നപ്പോൾ അച്ഛന് ഭയങ്കരമായ ദേഷ്യം വന്നു. നീ ഇന്നത്തെ ദുർഗാപൂജയിൽ പങ്കെടുത്തില്ല. അവൾ വളരെ താഴ്മയോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ശ്രദ്ധിക്കാതെ പറ്റിയ ഒരു പിഴവാണ്, ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ബ്രാഹ്മണൻ വിടാൻ ഭാവമില്ലായിരുന്നു. മാത്രമല്ല, അയാൾ സ്വന്തം മകളെ ശപിച്ചു. നീ ഇന്നത്തെ ദുർഗാപൂജയിൽ പങ്കെടുക്കാത്തത് കൊണ്ട് നിന്നെ ഞാൻ ഒരു കുഷ്ഠരോഗിക്ക് വിവാഹം കഴിച്ചു കൊടുക്കും, നീ അനുഭവിക്കുക. പെൺകുട്ടി സമാധാനപ്പെട്ടു. ഞാൻ അച്ഛൻ്റെ അധീനതയിലുള്ള മകൾ തന്നെയാണ്. അച്ഛന് എൻ്റെ ജീവിതം എങ്ങനെ വേണമെങ്കിലും ആക്കിത്തീർക്കാം. പക്ഷേ ഒന്നോർക്കുക, വിധി എന്ന് ഒന്ന് ഈ ഭൂമുഖത്തുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് തന്നെ സംഭവിക്കും. ആ വിധിയെ മാറ്റാൻ അച്ഛനോ കഴിയുകയുമില്ല. ഇത് കേട്ടതോടുകൂടി ബ്രാഹ്മണൻ്റെ ദേഷ്യം ഇരട്ടിയായി. അയാൾ ഉടൻ തന്നെ ഒരു കുഷ്ഠരോഗിയെ കണ്ടുപിടിച്ച് മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ആ സമയം മകളെ വീട്ടിൽ നിന്നും പുറത്താക്കി. സന്ധ്യയോടടുത്ത സമയമായിരുന്നു. പണ്ട് കാലത്ത് കുഷ്ഠരോഗികൾ കാട്ടിപ്പോയി കഴിഞ്ഞോളണം. അവൾ കുഷ്ഠരോഗിയോടൊപ്പം കാട്ടിലേക്ക് പോയി. തൻ്റെ വിധിയോർത്ത് അവൾ മനസ്സുകൊണ്ട് തേങ്ങി. അങ്ങനെ കാട്ടിൽ ദുഃഖിച്ചിരിക്കുമ്പോൾ അവളുടെ മുന്നിൽ ഒരു തേജസ് പ്രത്യക്ഷപ്പെടുകയാണ്. തേജസ് വന്ന് മകളെ എന്ന് വിളിച്ചു. മകളെ എന്ന് വിളിച്ചപ്പോൾ ഇതാരാണെന്നുള്ള രീതിയിൽ നോക്കി. ഞാൻ നിൻ്റെ ദുഃഖങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി വന്നതാണ്, നിനക്ക് എന്ത് വേണോ ചോദിക്കാം. അപ്പോൾ സുമതി അത്ര പെട്ടെന്നൊന്നും ചോദിച്ചില്ല. നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരാണെന്ന് പറയൂ, നിങ്ങളെ പരിചയപ്പെടുത്തൂ. അപ്പോൾ ദേവി പറഞ്ഞു, ഞാനാണ് മഹാസരസ്വതി, ഞാനാണ് മഹാലക്ഷ്മി, ഞാനാണ് മഹാകാളി, ഞാനാണ് ബ്രഹ്മം,
ഞാനാണ് അനന്തം, ആദിയും അന്തവുമില്ലാത്ത വ്യക്തിയും ഞാൻ തന്നെയാണ്, അങ്ങനെ തന്നെ പരിചയപ്പെടുത്തി. ഇങ്ങനെ അവരുടെ സംഭാഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. എന്തിനാണ് എനിക്ക് വരാൻ തരാൻ എന്ന് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് സുമതി ചോദിച്ചു. അത് നീ നിൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ നവരാത്രി വ്രതമെടുത്തു. പക്ഷെ നീ അറിഞ്ഞുകൊണ്ടല്ല നവരാത്രി വ്രതമെടുത്തത്, നീ അറിയാതെ നവരാത്രി വ്രതമെടുത്തു. അപ്പോൾ അവൾ ചോദിച്ചു, എങ്ങനെയാണ്? നിൻ്റെ ഭർത്താവ്, കഴിഞ്ഞ ജന്മത്തിൽ നിൻ്റെ ഭർത്താവ് ഒരു കാട്ടാളനായിരുന്നു. കാട്ടാളൻ രാജാവിൻ്റെ മാളികയിൽ നിന്നും മോഷണം നടത്തി. രാജസേവകർ ആ മോഷണ വസ്തുവോടുകൂടി പിടികൂടി. അയാളുടെ ഭാര്യ എന്ന നിലയ്ക്ക് രാജസേവകർ നിന്നെയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അത് നവരാത്രി ദിവസത്തിന് തുടങ്ങുന്നതിനും 2 ദിവസം മുമ്പായിരുന്നു. അങ്ങനെ നിങ്ങളെ 2 പേരെയും കാരാഗൃഹത്തിലടച്ചു. രാജാവിൻ്റെ വസ്തു മോഷ്ടിച്ചതുകൊണ്ട് തന്നെ ഒരു തുള്ളി വെള്ളം പോലും തരലെന്ന് രാജാവ് ഉത്തരവിട്ടിരുന്നു. അതുകൊണ്ട് നവരാത്രി ദിവസങ്ങളിൽ ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾക്ക് കിട്ടിയില്ല. നവരാത്രി ദിവസങ്ങളിൽ നിങ്ങൾ അറിയാതെയാണ് അങ്ങനെ സംഭവിച്ചുവെങ്കിലും അത് വ്രതമായി തീർന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ കാരാഗൃഹത്തിൽ വെച്ച് ജലപാനം കിട്ടാത്തത് കൊണ്ട് കൊല്ലപ്പെട്ടു, മരിച്ചു. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത ജന്മമാണ്. അതിൻ്റെ ഫലമുണ്ട്. അതിൻ്റെ ഫലത്തിൽ എന്തു വേണോ ചോദിച്ചു. സുമതി പറഞ്ഞു, എങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കുഷ്ഠമൊന്ന് മാറട്ടെ. ദേവി പറഞ്ഞു, അതിൻ്റെ പകുതി ഫലം ഇനിയും ബാക്കിയുണ്ട്. നിൻ്റെ ഭർത്താവിൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റുക മാത്രമല്ല, സ്വർണ്ണ നിറത്തിലുള്ള ശരീരത്തോടുകൂടി അവനെ ഞാൻ മാറ്റിയെടുക്കും. അങ്ങനെ സ്വർണ്ണ നിറത്തിലുള്ള ശരീരത്തോടുകൂടി മാറ്റിയെടുത്തു. വീണ്ടും ദേവിയും സുമതിയും തമ്മിലുള്ള സംഭാഷണം തുടർന്നു. നവരാത്രി പൂജ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് സുമതി ചോദിക്കുന്നു. നവദിവസങ്ങളിലും എങ്ങനെ പൂജിക്കണമെന്ന് സുമതി ചോദിക്കുന്നു. അതിന് കൃത്യമായ ഉത്തരം ദേവി നൽകുന്നു. ഈ ഭാഗം ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. പകരം ഓരോ നവരാത്രി ദിവസവും രാവിലെ വൈകുന്നേരം എങ്ങനെയാണ് ദേവിയെ പൂജിക്കേണ്ടത് എന്നതിൻ്റെ ഒരു ചിത്രം രാവിലെയുള്ള സത്സംഗത്തിൽ ഭക്തജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ അത് വിവരിക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ ദുർഗയുടെ എല്ലാ തരത്തിലുള്ള മഹാത്മ്യവും ശൈലപുത്രി മുതൽ സിദ്ധിദാത്രി വരെയുള്ള നവശക്തികളെ പൂജിച്ചു കഴിഞ്ഞാൽ എന്ത് ഫലം കിട്ടും എന്നുള്ള ഉത്തരവും കൊടുത്ത് എല്ലാവിധമായ അനുഗ്രഹവും കൊടുത്ത് ദേവി അന്തർധാനം ചെയ്തു. കഥ പറഞ്ഞു നിർത്തി. ബ്രഹ്മാവ് ബൃഹസ്പതിയോട് പറയുകയാണ്, ഈ കഥ ലോകരറിഞ്ഞാൽ അവർക്കും നന്മ കിട്ടും. ഈ കഥ എല്ലാ ശിഷ്യന്മാരിൽ എത്തിക്കാനുള്ള ഉപദേശം കൊടുത്തുകൊണ്ട് ബ്രഹ്മാവും അവിടെ നിന്ന് പോവുകയാണ്. ആ നവരാത്രിയുടെ കഥയാണ് നമ്മൾ നവരാത്രി വ്രതമായിട്ട് ആശ്വിന മാസത്തിലെ, മലയാളത്തിലെ കന്നിമാസത്തിലെ
ശുക്ലപക്ഷ പ്രഥമ മുതൽ നവമി വരെ ആചരിക്കാൻ പോകുന്നത്. ആചരിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും എങ്ങനെ ആചരിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സത്സംഗം നിങ്ങൾക്കതാത് ദിവസം സംപ്രേഷണം ചെയ്യും. ഈ നവരാത്രി എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലത് സംഭവിക്കട്ടെ, എല്ലാവരുടെ ജീവിതത്തിലും ഉന്മേഷവും ഉണർവും ഉണ്ടാകട്ടെ, എല്ലാവർക്കും ജ്ഞാനവും വിജ്ഞാനവും ലഭിക്കട്ടെ, എല്ലാവർക്കും അമൂല്യ സമ്പത്ത് ലഭിക്കട്ടെ, എല്ലാവരുടെയും തീരാ പ്രശ്നങ്ങൾ തീരട്ടെ. ഇതിനെല്ലാം ദേവി ദുർഗ എപ്പോഴും എപ്പോഴും ഭക്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.